വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ വിൻ്റർ ഹെയർ കെയർ ടിപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മുടെ ഹെയറിന് എന്തൊക്കെ കെയർ ആണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഹെയർ ഡാമേജസിൽ നിന്ന് തടയാം എന്നൊക്കെയുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. പൊതുവെ വിൻ്റർ സീസണിൽ നമ്മുടെ ഹെയർ വന്നിട്ട് ഡ്രൈ ആൻഡ് ഫ്രിസി ആകാനും അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉണ്ടാകുക, പിന്നെ ഹെയർ ബ്രേക്കേജ്, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റ് അവർ ഹെയർ ഫ്രം കോൾഡ്. അപ്പോൾ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ബോഡി ഒക്കെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ, നമുക്ക് തണുപ്പിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ഹെയറിനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ലൊരു ഹാറ്റ് അല്ലെങ്കിൽ സ്കാർഫ് യൂസ് ചെയ്ത് നമ്മുടെ ഹെയറിനെ കവർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഹെയറിന് കൊടുക്കാൻ പറ്റുന്ന പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ കഴിവതും ഓപ്പൺ ഹെയറിൽ നമ്മൾ പുറത്ത് പോകാതിരിക്കുക. ഒരു ബണ്ണോ അല്ലെങ്കിൽ പോണിറ്റെയിലോ ഒക്കെ ചെയ്തിട്ട് മാത്രം പുറത്ത് പോവുക. സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നോ ഹോട്ട് ഷവർ. അതായത് നമ്മൾ ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മൾ എല്ലാവരും തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. നമ്മൾ ബോഡി വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഹെയറിലേക്ക് നമ്മൾ ഈ ഒരു ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ വീണ്ടും ഡാമേജ് ആവാനും അതുമൂലം തന്നെ നമുക്ക് ഹെയർ ബ്രേക്കേജ് പോലുള്ള പ്രോബ്ലംസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ടിപ്പ്. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം. തേർഡ് ടിപ്പ് വന്നിട്ട് എക്സ്റ്റെൻഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഷവേഴ്സ്. അതായത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ആ ഒരു ഡേയ്സിൻ്റെ ഗ്യാപ്പ് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വീക്ക്ലി ഒരു 1 or 2 ടൈംസ് മാത്രം ഈ വിൻ്റർ സീസണിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഷാമ്പു യൂസ് ചെയ്യും. അപ്പോൾ ഈ ഷാമ്പു വന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലുള്ള നാച്ചുറൽ ഓയിൽസിനെയും റിമൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഓയിൽസ് വന്നിട്ട് നമ്മുടെ ഹെയറിനെ മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ, അതായത് നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡെയിലി അല്ലെങ്കിൽ 1 ഡേ വിട്ട് വിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു നാച്ചുറൽ ഓയിൽസ് പോവുകയും അതുമൂലം തന്നെ നമ്മുടെ ഹെയറിനുള്ള ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷനാണ് അവിടെ ഇല്ലാതെയാകുന്നത്. പിന്നെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സൾഫേറ്റ് ഫ്രീ ഷാമ്പു യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അവോയ്ഡ് ഹീറ്റിംഗ് ടൂൾസ്. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ വിൻ്റർ സീസണിലെന്നല്ല മറ്റുള്ള സീസണിലായാലും എപ്പോഴായാലും നമ്മുടെ ഹെയറിലേക്ക് മാക്സിമം ഹീറ്റിംഗ് ടൂൾസ് അവോയ്ഡ് ചെയ്യുക ചെയ്യുക. ഇപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മുടെ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആവാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലോ ഡ്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബ്ലോ ഡ്രൈയും ഒരു ഹീറ്റിംഗ് തന്നെയാണ് നമ്മുടെ ഹെയറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ബ്ലോ ഡ്രൈ ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം ഈ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ നിന്നുള്ള മോയ്സ്ചർ ഫുള്ളായിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മുടെ ഹെയറിന് ബ്രേക്കേജ് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ മാക്സിമം നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിനെ നമ്മൾ എയർ ഡ്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതും നമ്മുടെ ഹെയറിനെ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും. അടുത്ത ടിപ്പ് വന്നിട്ട് യൂസ് ഓയിൽ ഓർ സീറം. അപ്പോൾ വിൻ്റർ സീസണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹെയർ ഒത്തിരി തന്നെ അങ്ങ് ഡ്രൈ ആകും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയറിലെ മോയ്സ്ചറൊക്കെ നഷ്ടമാകുന്നത് കൊണ്ടാണ്. അപ്പോൾ അതായത് ആ ഒരു മോയ്സ്ചർ കണ്ടന്റിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് വെയ്റ്റ് ഓയിൽ അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഹെയർ സീറംസ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലൈറ്റ് വെയ്റ്റ് ഓയിൽ എന്ന് പറയുമ്പോൾ ആർഗൺ ഓയിൽ പോലെയുള്ള ഓയിൽസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു സീറം നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ ഹെയർ നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യുന്ന പോലെ ഒരു സീറം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ഹെയറിലെ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഓയിൽ മസാജ്. അതായത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് നല്ല ഒരു ഓയിൽ മസാജ്, ഡീപ്പ് ഓയിലിംഗ് മസാജ് തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറിലുള്ള ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് റീറ്റെയിൻ ചെയ്ത് നിർത്താൻ സഹായിക്കും. ഇതിനൊക്കെ പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ഒരു തണുപ്പ് കാലത്ത് ഒഴിവാക്കുന്ന ഒരു സംഗതിയാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. അതായത് നമ്മളിപ്പം സമ്മേഴ്സിലൊക്കെ ധാരാളം വെള്ളം കുടിക്കും, പക്ഷേ വിൻ്റേഴ്സിൽ അങ്ങനെയല്ല, നമ്മൾ പൊതുവേ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ ഈ വെള്ളം നമ്മൾ വിൻ്റേഴ്സിലായാലും നമ്മുടെ ബോഡിയിൽ അത്യാവശ്യത്തിന് വെള്ളം ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവും. അപ്പോൾ ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ അത് നമ്മുടെ ഹെയറിനെയും അതുപോലെ തന്നെ ബാധിക്കും. അതായത് നമ്മുടെ ഡീഹൈഡ്രേഷൻ മൂലം നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുകയും, സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോഴാണ് നമുക്ക് ഡാൻഡ്രഫ് അതുപോലെ തന്നെ ഇച്ചി സ്കാൽപ്പ് പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏറ്റവും നമ്മൾ ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാനും നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു നമ്മൾ ഉള്ളിൽ നിന്ന് ഒരു മോയ്സ്ചർ കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മൾ പുറമേ ചെയ്യുന്നതിൽ മാത്രമല്ല നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഹെയറിലായാലും നമ്മുടെ സ്കിന്നിലായാലും ഒക്കെ നല്ല രീതിക്ക് മാറ്റം കൊണ്ടുവരും. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിൻ്റർ ഹെയർ കെയർ ടിപ്സിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.